പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് BJP അവരുടെ ശക്തി കേന്ദ്രമായി കരുതിയിരുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പടക്കം വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ BJP സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കനത്ത തിരിച്ചടി തന്നെയല്ലേ? കാരണം അവർ അത്രയേറെ വിജയ പ്രതീക്ഷയിലുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് കയ്യിൽ നിന്നും പോയിരിക്കുന്നത്. തീർച്ചയായും ആവണി അങ്ങനെ തന്നെയാണ്. BJPക്ക് ഒരു വലിയ പ്രഹരമേറ്റിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്ന് കൃത്യമായി പറയാൻ കഴിയും. അതിൽ ഈ പാലക്കാട് A+ മണ്ഡലമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന കരുതിയിരുന്ന വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്ന മണ്ഡലത്തിൽ BJPക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. നഗരസഭ കേന്ദ്രീകരിച്ച് അവിടെയുള്ള വോട്ടെണ്ണൽ നടന്നപ്പോൾ പോലും BJPക്ക് 10,000 വോട്ടിൻ്റെ കുറവ് സംഭവിച്ചിരിക്കുന്നു. ഇത് നേതൃത്വത്തെ പൂർണ്ണമായും വെട്ടിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ C. കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചതെങ്കിലും തോറ്റത് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ എന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയും. K. സുരേന്ദ്രനെതിരെ പാർട്ടിയുടെ ഒരു വിഭാഗം നേതാക്കൾ ഇതിനോടകം തന്നെ പടയൊരുക്കം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. B. ഗോപാലകൃഷ്ണനെ പോലെയുള്ള സംസ്ഥാന വക്താക്കൾ അടക്കമുള്ള ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്നയാളാണ് KPCCയുടെ ഡിജിറ്റൽ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർ P. സരിൻ. അദ്ദേഹം CPMലേക്ക് എത്തിയപ്പോൾ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി അവിടെ പാലക്കാട് നിന്ന് മത്സരിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസിലെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങളും ഒക്കെ തന്നെയും അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് ഈ ഇടതുപക്ഷത്തേക്ക് P. സരിൻ എത്തുന്ന കാഴ്ച നമുക്കവിടെ കാണാനും കഴിഞ്ഞത്. CPM അവിടെ ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ബിനിമോളുടെ പേരായിരുന്നു സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെയും മാറി കുറച്ചുകൂടി സ്വീകാര്യത കിട്ടുന്ന ഡോക്ടർ P. സരിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ CPMന് കിട്ടി എന്നുള്ളത് അവർക്ക് ഏതായാലും ആശ്വസിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമായി തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ അവർ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആവണി സൂചിപ്പിച്ചതുപോലെ തന്നെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി ഏതാണ്ട് 700 ചില്ലരം വോട്ടുകൾ അവിടെ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 724 വോട്ടുകൾ വർദ്ധിച്ചു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ CPMന് അത് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു ഘടകം തന്നെയാണ്. അതുമാത്രമല്ല മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് CPM ഇപ്പോഴും ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ട് കൂടിയുണ്ട്. അവിടെ MP രാജേഷും A. റഹീമുമാണ് ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുകയും ചെയ്തത് CPMന് വേണ്ടി. പക്ഷേ അവരുടെ തന്ത്രങ്ങളെല്ലാം പൊട്ടിപ്പാളീസാകുന്ന സാഹചര്യമാണ് നമ്മൾ അവിടെ കാണുകയും ചെയ്തത്. ഒരു പഴയ സ്റ്റണ്ട് പടത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയൊക്കെ തന്നെയും അവിടെ സ്ട്രാറ്റജിയൊക്കെ തന്നെയും മുന്നോട്ട് പോവുകയും ചെയ്തത്. പക്ഷേ BJP അവിടെ വലിയ തോതിലുള്ള വോട്ട് ഉയർത്തിയോ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ BJP വേണ്ട വിധത്തിൽ വോട്ട് സമാഹരിച്ചില്ല എന്ന് വേണം കൃത്യമായി തന്നെ പറയാൻ. കാരണം ആദ്യഘട്ടത്തിലൊരു ലീഡ് അത് നഗരസഭാ വോട്ടുകൾ എണ്ണുന്ന സമയത്തായിരുന്നു ഒരു ലീഡ് ഉയർന്നു നിന്നത്. അത് പിന്നീട് നഗരസഭാ വോട്ടുകൾ എണ്ണുന്ന സമയത്ത് ആ ലീഡ് തന്നെ താഴ്ന്ന് 758ലേക്കും 858ലേക്കും C. കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥി വോട്ട് നില പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ പിരായിരിയാണെങ്കിലും മാത്തൂരാണെങ്കിലും കണ്ണാടിയാണെങ്കിലും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ എണ്ണുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഹൈപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കാണുകയും ചെയ്തു. ഷാഫി പറമ്പിലിൻ്റെ പിൻഗാമിയായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിഞ്ഞ 20 വർഷത്തെ ഒരു പാലക്കാട്ടെ ഒരു രീതി പരിശോധിക്കുകയാണെങ്കിൽ വോട്ട് നില പരിശോധിക്കുകയാണെങ്കിൽ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 18,000-ലധികം വരുന്ന വോട്ടുകൾ 18,840 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും അധികം വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുകയും ചെയ്തു. കോൺഗ്രസ് അവിടെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏകോപനം നിർവഹിച്ച KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആശ്വസിക്കാൻ കഴിയാവുന്ന ഒരു വകയായത് മാറുകയും ചെയ്തു. പക്ഷേ CPMന് അവിടെ സംഭവിച്ചത് മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് CPM ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഒരു പരിധിവരെയും ഈ P. സരിൻ കുറച്ച് വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളൊക്കെ തന്നെയും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകളൊക്കെ തന്നെയും സരിന് കിട്ടി എന്നുള്ളതാണ് പാർട്ടി അവകാശപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ ഈ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ CPMും ഏതായാലും കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സാധ്യത കൂടി കാണുകയും ചെയ്യുകയാണ്. അത് ഏതായാലും വൈകാതെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്ന് ഈ പാലക്കാട്ടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അവിടെ വലിയ തിരിച്ചടി നേരിട്ടത് BJP ആണെന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. കാരണം 10,000-ലധികം വോട്ടുകളുടെ കുറവ് BJP വലിയ തോതിൽ ഈ 3 ഇടങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ
അല്ലെങ്കിൽ BJP വലിയ തോതിൽ പ്രതീക്ഷ വച്ചിരുന്ന ഒരു അത് മണ്ഡലമാണ് ഈ തന്നെയാണ് പാലക്കാട്. ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം പാലക്കാട് എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടന അത്രയേറെ ശക്തമായ ഒരു മണ്ഡലമാണ് പാലക്കാട്. അവർ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു മുനിസിപ്പാലിറ്റിയിൽ പോലും അവർക്ക് വേണ്ടത്ര ഒരു വിജയം കൈവരിക്കാനായില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ കെ സുരേന്ദ്രൻ അടക്കം വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളുമായി മുന്നോട്ട് തന്നെ ഉണ്ടായിരുന്നു പാലക്കാട്. എന്നിട്ട് പോലും അവിടെ ഒരു ജയം BJPക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, വോട്ട് കുറയുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി BJPക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. തീർച്ചയായും ശോഭാ സുരേന്ദ്രനെയാണ് അവിടെ ആദ്യം സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത് എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ഇതൊക്കെ ഇനിയിപ്പോൾ കെ സുരേന്ദ്രനെതിരെ ഒരു ആയുധമായി BJP പുറത്തിറക്കാൻ സാധ്യതയുണ്ടോ? മറ്റുള്ള നേതാക്കൾ പുറത്തിറക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരുപക്ഷെ അധ്യക്ഷ മാറ്റം പോലും ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത്ഭുതപ്പെടാനില്ല. അത്ര വിധത്തിൽ സുരേന്ദ്രനെതിരായ പടയൊരുക്കം പാർട്ടിയിൽ നിന്ന് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിന് കഴിഞ്ഞ ദിവസം തിരികൊളുത്തിയത് BJPയുടെ സംസ്ഥാന വക്താവ് കൂടിയായിട്ടുള്ള B. ഗോപാലകൃഷ്ണൻ തന്നെയാണ്. നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെയും വലിയ തോതിൽ ഇപ്പോഴത്തെ BJPയുടെ പാലക്കാട്ടെ തകർച്ചയിൽ വലിയ തോതിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ഇങ്ങെടുത്തുകൊണ്ട്, സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതുപോലെ തൃശ്ശൂർ അങ്ങ് അദ്ദേഹം എടുക്കുകയും ചെയ്തു. പാലക്കാടും അതുതന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് BJP നേതൃത്വം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ കാര്യങ്ങൾ മറിച്ചായി എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വരും. അവിടെ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു വിഭാഗം ആദ്യം മുതൽക്കേ പറഞ്ഞിരുന്നതാണ്. അതുമാത്രമല്ല, സുരേഷ് ഗോപിയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പോലും അവിടെ സഹകരിക്കാതിരുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. സുരേഷ് ഗോപിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് താല്പര്യം ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നതായിരുന്നു. അതുമാത്രമല്ല, കൃഷ്ണദാസ് പക്ഷവും ഏതായാലും ഇതിനോടകം തന്നെ എതിർപ്പ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ BJPയുടെ പാലക്കാട്ടെ ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ ഇതിനോടകം തന്നെ ഈ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രവർത്തനങ്ങൾ അത് പാലക്കാട് മണ്ഡലത്തിൽ ശരിയായില്ല. പാലക്കാട് തമ്പടിച്ച് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ആരോപണം ഉയർന്ന ഘട്ടത്തിൽ, ആക്ഷേപങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ C. കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് പരിശോധിക്കണമായിരുന്നു എന്ന് സുരേന്ദ്രൻ തരൂരിന് പറയേണ്ട ഒരു സാഹചര്യം പോലും വരികയും ചെയ്തിട്ടുണ്ട്. BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ KM ഹരിദാസ് പോലും അവിടെ പ്രചാരണ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പാർട്ടിയിലെ ഈ പൊട്ടിത്തെറി വലിയ ചർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യക്ഷ മാറ്റമൊക്കെ തന്നെയും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കൂടി വരും നാളുകളിൽ നമ്മൾ ഉറ്റുനോക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതായാലും പാലക്കാട് BJPക്ക് ഏറ്റത് കനത്ത പ്രഹരം തന്നെയാണ്. അതിനിപ്പോൾ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളും അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനും എത്ര കണ്ട് ന്യായീകരിച്ചാലും പാർട്ടി പ്രവർത്തകരും അണികളും അത് അംഗീകരിച്ച് നൽകില്ല എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ശരി, അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. അഭിജിത്തും രജീഷ് നരിക്കുനിയും ഒക്കെയാണ് നമുക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുള്ള വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയിലും CPM-ലും നടക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.